ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പല്ലവിയുടെ സമ്മതം വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അവിടെ ഇരിക്കുക കേട്ടോ. ഈ സമയത്ത് അമ്മയും അച്ഛനും കൂടെ ഇറങ്ങി വന്നപ്പോൾ പല്ലവി അവരോട് കാര്യം ചോദിച്ചു. അപ്പോൾ നമ്മുടെ ആരുടെ സമ്മതത്തോടെ കയറി വന്നതൊന്നും അല്ലല്ലോ മോളെ, ആരോടും പറയാതെ അവർ കയറി വരികയായിരുന്നു എന്നുള്ള കാര്യം അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഇറങ്ങി പോകാൻ പറയാറുന്നില്ലേ അച്ഛനെന്ന് പല്ലവി ചോദിക്കുമ്പോൾ അങ്ങനെ അങ്ങ് ചോദിക്കാൻ അമ്മ പറയാം, നിന്റെ ആദ്യം അഭിപ്രായം തന്നെയായിരുന്നു എനിക്കും, അച്ഛനാണ് സമ്മതിക്കാതിരുന്നതെന്ന് ശോഭാമ്മ പറയുമ്പം മോളെ ഇന്ദ്രൻ്റെ അമ്മ മാത്രമല്ല വിശ്വൻ്റെയും കൂടി അമ്മയാണെന്നുള്ള കാര്യം മാഷ നേരം പറയുക. ഇന്ദ്രൻ്റെ അമ്മയെ നമ്മൾ ഇവിടെ താമസിപ്പിക്കേണ്ട ഒരാവശ്യവും ഇല്ല. പക്ഷേ നമുക്ക് വിശ്വൻ്റെ അമ്മയോട് അങ്ങനെ പെരുമാറാൻ പറ്റുമോ എന്നിങ്ങനെ അദ്ദേഹം ചോദിക്കും. അതൊക്കെ കേട്ടപ്പോൾ പല്ലവി ആകെ ധർമ്മസങ്കടത്തിലായി. ഒന്നുമില്ലെങ്കിലും പാറുവിൻ്റെ ഭർത്താവിൻ്റെ അമ്മയല്ലേ അവരെന്നൊക്കെ മാഷ് ചോദിച്ചു കേട്ടോ. വന്ന് കയറുമ്പോൾ ഇറങ്ങിപ്പോകാൻ എങ്ങനെ പറയൂ എന്നൊക്കെ ചോദിക്കുമ്പം അവരൊരു ശല്യം വച്ചാ, ഇതുവരെ ഈ വീട്ടിലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടായിരുന്നു, അത് ഇവർ നശിപ്പിക്കുമെന്ന് പല്ലവി പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ, സഹിക്കല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. നോക്കാം, നമുക്ക് കുറച്ച് ദിവസം, വയ്യാത്തതല്ലേ, 1-2 ദിവസം നിന്നിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിന്ന് സംസാരിക്കുമ്പോഴാണ് വിശ്വനും പാറും അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ നമ്മുടെ പല്ലവി അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇതൊരു വെറും വരവല്ല, കരുതി കൂട്ടിയുള്ള വരവ് തന്നെയാണെന്ന കാര്യം പറയുമ്പോൾ അവർ രണ്ടുപേരും നോക്കുക. അവരുടെ മനസ്സിൽ എന്തോ ലക്ഷ്യമുണ്ട്, അത് എന്ത് തന്നെയാണെങ്കിലും നമ്മളതിന് നല്ല വില തന്നെ കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യങ്ങൾ പല്ലവി ഇങ്ങനെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. പക്ഷേ ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് പേടിയായിട്ടോ. ഈ പുള്ളിക്കാരി ഒന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഈ പാറു വന്ന് പല്ലവിയോട് പറയാം, അമ്മയ്ക്ക് സുഖമില്ല എന്നുള്ളത് നേര് തന്നെയാണ് ചേച്ചി, ഈ ഒരു അവസ്ഥയിൽ ഇറങ്ങിപ്പോകാൻ പറയുന്നത് എങ്ങനെയാണെന്ന് പാറു ചോദിച്ചു. നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്, എന്നിട്ടൊരു തീരുമാനം എടുക്കാമെന്ന് പാറു അവിടെ നിന്ന് പല്ലവിയോട് പറയുക. രാജലക്ഷ്മി ഇതൊക്കെ കേട്ടിട്ടും കേൾക്കാത്ത മട്ടിലിരിക്കാം. അപ്പോൾ അമ്മയെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ പറഞ്ഞാൽ മതി, ആ നിമിഷം ഞങ്ങൾ ഇവിടെ നിന്ന് താമസം മാറിക്കോളാം എന്ന് വിശ്വം പറഞ്ഞു. അപ്പം എന്നിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകും? ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തന്നെയല്ലേ നിങ്ങൾ പോകാൻ പോകുന്നത്? അതേതായാലും വേണ്ട, അവിടുത്തെ കാളും നല്ലത് ഇവിടെ തന്നെയാണെന്ന് പല്ലവി ഈ വിശ്വനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് കയറിപ്പോയി. എല്ലാവരുടെ സമാധാനം മൊത്തത്തിൽ പോയി. പല്ലവി ആണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതുവരെ ചായ കുടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ രാജലക്ഷ്മി ഊന്നുവടിയിൽ ഊന്നി ദേ വരുന്നു നമ്മുടെ പല്ലവിയെ ലക്ഷ്യം വെച്ച്. എന്നിട്ട് പല്ലവിയെ ഇങ്ങനെ വന്ന് നോക്കുക കേട്ടോ. പല്ലവി അപ്പോൾ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ചേച്ചി കണ്ടു. എന്നിട്ട് പതുക്കെ പിന്നാലെ അങ്ങ് ചെന്നിട്ട് മോളെ എന്ന് പറഞ്ഞൊരു വിളി. പല്ലവി ഞെട്ടിപ്പോയി. മുതൽ വന്ന് പുറകിന്ന് വിളിക്കുന്നുണ്ട്. അപ്പം നിന്നെ ഒന്ന് തനിച്ച് കിട്ടാൻ വേണ്ടി എത്ര നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നിനക്കറിയാവോ? നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അപ്പം മനസ്സിലായില്ല നിങ്ങൾ എന്താ പറയുന്നതെന്ന് പല്ലവി ചോദിച്ചു. വേറൊന്നുമല്ല മോളെ, ഇനി ഈ വഴക്കും വൈരാഗ്യവും ഒക്കെ തുടർന്നുകൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ? കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് നമുക്കെല്ലാം അങ്ങ് മറന്നുകൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പല്ലവി ഇങ്ങനെ ഒരു നോട്ടം ഇങ്ങനെ നോക്കി, രാജലക്ഷ്മിയെ ദഹിപ്പിക്കുന്ന നോട്ടം. മറക്കാനോ? എന്താ ഞാൻ മറക്കേണ്ടത്? ഇന്ദ്രൻ എന്നോട് കാണിച്ച ക്രൂരതകളാണോ ഞാൻ മറക്കേണ്ടതെന്ന് പല്ലവി ഈ പുള്ളിക്കാരോട് ചോദിച്ചു. ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ വെച്ച് നിങ്ങളുടെ മകൻ എന്നെ അപമാനിക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ എന്ന് ചോദിച്ചു. അതൊക്കെ മറക്കണമെന്നാണോ നിങ്ങൾ പറയുന്നതെന്നൊക്കെ പല്ലവി ഇങ്ങനെ ചോദിക്കുമ്പോൾ മിണ്ടാട്ടമില്ലാണ്ട് നിൽക്കുക രാജലക്ഷ്മിയെ. ശരി, ഓക്കെ, എല്ലാം ഞാൻ മറക്കാം, പൊറുക്കുകയും ചെയ്യാം. എനിക്ക് ഡിവോഴ്സ് തരാൻ പറ മോനോട്. അപ്പോൾ നിന്നെ അവന് വലിയ ഇഷ്ടമാണ് മോളെ, അവന് നിന്നെ പിരിയാൻ വയ്യ, അതുകൊണ്ടല്ലേ അവൻ ഡിവോഴ്സ് തരാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ടതേ നമ്മുടെ ചേച്ചി നമുക്ക് ഈ കേസേ അങ്ങ് അവസാനിപ്പിക്കാം, എന്നിട്ടേ എൻ്റെ മോള് അവനോടൊപ്പം വന്ന് താമസിക്കുക എന്നൊക്കെ പറഞ്ഞ് നല്ല രസമായിരിക്കും. നീയും ഇന്ദ്രനും പാറുവും വിശ്വനും നല്ല രസമായിരിക്കും നമ്മുടെ ജീവിതം. ചേട്ടനും അനിയനും ചേച്ചി അനിയത്തിയും കേട്ട് ജീവിക്കുന്നത് എന്ത് നല്ലതാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നല്ലത് എനിക്ക് താല്പര്യം ഇല്ലെങ്കിലോ എന്ന് നമ്മുടെ പല്ലവി പറയുമ്പോൾ എന്ന് പറഞ്ഞതല്ല. അപ്പോൾ ഇന്ദ്രനുമായിട്ടുള്ള ഒരു ജീവിതം എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു മോഹം ആരുടെയെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ തന്നെ വെച്ചാൽ മതി, നോട്ടക്കില്ല എന്ന് പറഞ്ഞു നമ്മുടെ പല്ലവി. അപ്പം എന്തിനാ മോളെ ഈ വാശി? അവന് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, അപ്പം എനിക്ക് വേണ്ട അയാളെ എന്ന് പല്ലവി പറഞ്ഞു. ഒരായുസിൽ അനുഭവിക്കാനുള്ളത് മുഴുവനും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞെന്നും ഇനി ആ തെറ്റ് ആവർത്തിക്കാൻ ഞാൻ തയ്യാറല്ല എന്നും പല്ലവി പറയാം. എന്നെ അതിനാരും നിർബന്ധിക്കുകയും വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ഡിവോഴ്സ് കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം കിട്ടും, അതിനൊരു സംശയവും വേണ്ട എന്ന് പല്ലവി തറപ്പിച്ചു പറഞ്ഞു. ആവേശമൊക്കെ നല്ലതാ മോളെ, അത് നടക്കും എന്ന് നീ വിചാരിക്കണ്ട എന്ന് രാജലക്ഷ്മി പല്ലവിയോട് പറയുമ്പോൾ അത് തന്നെയാ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഞാനും ഇന്ദ്രനും ഒരുമിച്ച് ജീവിക്കുമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം ഉണ്ടല്ലോ, അത് നടക്കുമെന്ന് നിങ്ങളും വിചാരിക്കേണ്ട എന്ന കാര്യവും പല്ലവി രാജലക്ഷ്മിയോട് പറഞ്ഞു.
നിങ്ങൾ എങ്ങനെയൊക്കെ ആഗ്രഹിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പല്ലവി രാജലക്ഷ്മിയെ വെല്ലുവിളിക്കുക. എന്നിട്ട് അങ്ങ് പോയി. പല്ലവി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അതാടി നടക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ആശാത്തി അവിടെ നിൽക്കുക. രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ എഴുത്തുപുര വീട്ടിലേക്ക് പായും തലേണയും കെട്ടും കിടക്കയൊക്കെ ആയിട്ട് ഇന്ദ്രൻ വരും. എന്നിട്ട് വാതിലൊക്കെ പതുക്കെ ഇങ്ങനെ തുറന്നപ്പോൾ അമ്മ എല്ലാ സെറ്റപ്പുകളും റെഡിയാക്കി അവിടെ വെച്ചേക്കുമായിരുന്നു. മകൻ വന്ന് പതുക്കെ പെരക്കകത്ത് കയറി. എന്നിട്ട് ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുക. സോഫയിൽ കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര ഒരു ഇതൊക്കെ നമ്മുടെ ഇന്ദ്രന്. അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. എന്തായാലും എഴുത്തുപുരക്കകത്ത് കയറി പറ്റി ഇന്ദ്രൻ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സേതുവിനെയാണ്. സേതുവാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് സേതുവിൻ്റെ ഫോണിലേക്ക് പല്ലവിയുടെ കോള് വന്നു. നാളത്തെ ഡേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആ ഒരു ഡിവോഴ്സിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറയാം. അപ്പോൾ നാളെയാണ് വിധി വരുന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ ഒരു ആഘോഷത്തെ പറ്റിയും പിന്നെ അവർ ആഘോഷിക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ സേതുവും പല്ലവിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ബാക്കി കാര്യമൊക്കെ അതിന് ശേഷം നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പല്ലവിയും സേതുവും കൂടി ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്ന ദിവസങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞാണെങ്കിൽ ഫോൺ കട്ട് ചെയ്തു. പല്ലവിക്ക് അവിടെ ഭയങ്കര ഹാപ്പി, സേതുവിന് ഇവിടെ ഭയങ്കര ഹാപ്പി. അപ്പോൾ ഈ ഇന്ദ്രൻ വീടിനകത്ത് കയറി പറ്റിയത് ഇവരാരും അറിയുന്നതുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ അച്ചു അവിടെ ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഹരി അവിടെ വന്നിരുന്നു. നല്ല ക്ഷീണമെന്നും പറഞ്ഞു. അപ്പോൾ ഹരി ഡ്രസ്സ് മാറണ്ടെന്ന് പറയുമ്പം ഡ്രസ്സ് മാറാതെ ഞാൻ എങ്ങനെ കുളിക്കുമെന്ന് ചോദിച്ചു ഹരി. അതല്ലെന്നേ, നമുക്കൊരിടം വരെ പോകണമെന്ന് പറഞ്ഞു. എവിടെ? ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനോ? അപ്പോൾ ഋതുവിൻ്റെ ബർത്ത്ഡേ എന്നാളെ അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പൊന്നച്ചു പകൽ മുഴുവൻ കടകൾ മുഴുവൻ കയറി ഇറങ്ങി ക്ഷീണിച്ച അവസരമായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കണേ. ഇനി ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമാട്ടോ എന്ന് ഹരി ഇങ്ങനെ അച്ചുവിനോട് പറയുമ്പം ഹരി എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മാത്രം മതിയെന്നേ, ഗിഫ്റ്റൊക്കെ ഞാൻ വാങ്ങിച്ചോളാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ടാക്സി വിളിക്കണം, അതിൽ കയറണം, പോകണം. എന്താ ബ്ലോക്ക് എന്നറിയാമോ ടൗണിലൊക്കെ? അതിന് ടാക്സി ഒന്നും വേണ്ട ഹരി, നമ്മുടെ ഓട്ടോയിൽ പോയാൽ പോരെ, അതിൽ പോകാമെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നച്ചു എന്നെ ഇങ്ങനെ ശിക്ഷിക്കല്ലേ, എനിക്ക് വയ്യാന്ന് പറയുമ്പോൾ ഹരിക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ വരാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഞാനങ്ങ് പോയിക്കോളാമെന്ന് അച്ചു. നാളെ രാവിലെയാണ് സെലിബ്രേഷൻ, ഗിഫ്റ്റ് വാങ്ങിയേ പറ്റുള്ളൂ എന്ന് അച്ചു ഇങ്ങനെ തറപ്പിച്ച് ഹരിയോട് പറയുമ്പോൾ എന്നാ പോകാം വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടമല്ലാതെ ഹരി പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ഹരി അതെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഹരി അല്ലാതെ വേറെ ആരാ ഉള്ളത്? ഹരി ക്ഷീണിച്ചാണ് വന്നിരിക്കുന്നത്. ഞാൻ ഹരിയെ വീണ്ടും പുറത്ത് പറഞ്ഞയക്കാൻ പാടില്ലായിരുന്നു, എന്ത് ചെയ്യാനാ എന്നൊക്കെ അച്ചു ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹരി ഇങ്ങനെ അച്ചുവിനെ നോക്കുക. പറ്റിപ്പോയി, ഈ ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കാൻ, ഇനി ഞാനിത് ആവർത്തിക്കില്ല കേട്ടോ എന്ന് അച്ചു ഇങ്ങനെ ഹരിയോട് പറയുവാണ്. പിന്നെ പോകുന്നത് ഓട്ടോയിലാണെങ്കിലും ഹരിക്ക് ഒരു ക്ഷീണവും വരാതെ ഞാൻ നോക്കിക്കോളാവെന്ന് പറഞ്ഞു. അപ്പോൾ താനൊക്കെ പിന്നെ കയറി ഞെളിഞ്ഞിരിക്കും, അതുപോലെയല്ല ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് പാടാണ് ഓട്ടോ ഓടിക്കാൻ? സംശയം എന്താ? എത്രായിരം വണ്ടികളാ റോട്ടിലാണെങ്കിലോ മുടിഞ്ഞ ട്രാഫിക്കും, ഇതിനിടയിൽ കൂടെ എങ്ങനെ എന്നൊക്കെ ഹരി ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞ് അച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ സമാധാനം മൊത്തം പോകാൻ ഈ ഒരൊറ്റ ഡ്രൈവ് മതി എന്ന് പറയുമ്പോൾ എന്നാലും വാ ഹരി, ഋതുവിന് വേണ്ടിയല്ലേ വാ എന്നും പറഞ്ഞ് വിളിക്കുമ്പം ഋതുവിന് വേണ്ടി അല്ലെങ്കിലും ഞാൻ വരും, വിളിക്കുന്നത് താനായതുകൊണ്ട് എന്ന് നമ്മുടെ ഹരി ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നാ വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചു വിളിച്ചുകൊണ്ട് പോവാം, നമുക്കൊരു ടാക്സി പിടിച്ചിട്ട് പോകാം, അതൊക്കെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം വാ എന്നും പറഞ്ഞുകൊണ്ട് അച്ചു ഇങ്ങനെ ഹരിയെ വിളിച്ചുകൊണ്ട് പോവാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഹരിയെ ഒരു വണ്ടി കാണിച്ചു കൊടുത്തു. ഇത് നമ്മുടെ വണ്ടിയല്ലേ? അതെ, അച്ചു അല്ലേ പറഞ്ഞു ഞാൻ ഇനി വണ്ടിയൊന്നും ഓടിക്കണ്ടെന്ന്, എന്നിട്ട് ഇവിടേക്കാണോ കൊണ്ടുവന്നത്? ഇതെന്താ അച്ചു? അത് നമ്മുടെ ഓട്ടോ തന്നെയാ, ഹരിയോട് വണ്ടി ഓടിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത് ശരിയായ കാര്യം തന്നെയാ. ഇവിടെ വന്നു എന്ന് കരുതി ഹരി വണ്ടി ഓടിക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? മനസ്സിലായില്ല, താൻ എന്താ ഈ പറയണേ? ഇങ്ങ് വാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചു ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നു ഹരിയുടെ അടുത്ത്. ഇതെന്താ അച്ചു താനീ കാണിക്കണേന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്ന് പറയാൻ അവസരം എന്താ ഹരി എന്ന് അച്ചു. ഹരി പുറകിലോട്ട് കയറി ഇരിക്കാൻ പറഞ്ഞു. അച്ചു തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്താ? ഇതുവരെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി വരാനും പ്രത്യേകിച്ച് സാഹചര്യങ്ങളൊന്നുമില്ല, അത് ഹരിക്കും കൂടി മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് ഷോളൊക്കെ എടുത്ത് മടക്കി കുത്തി താക്കോലൊക്കെ എടുത്ത് എറിഞ്ഞ് നമ്മുടെ അച്ചു ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കാം. അച്ചു ഇത് എന്തേ കാണിക്കണേന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ, വണ്ടി സ്റ്റാർട്ടാക്കുക. അപ്പോൾ താക്കോല് പിരിച്ചു, വണ്ടി സ്റ്റാർട്ടായി. ഹരി ഇന്ന് ഞാനായി വണ്ടി ഓടിക്കാൻ പോകുന്നത്, എനിക്ക് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ഒക്കെ കിട്ടിയെന്ന് നമ്മുടെ അച്ചു ഇങ്ങനെ പറഞ്ഞു. അതെ, ഹരിക്ക് വിശ്വാസം വരുന്നില്ലേ? അച്ചു താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? താൻ എപ്പോഴും ഇതൊക്കെ പഠിച്ചേ? അതൊക്കെ ഞാൻ പഠിച്ചു ഹരി. ഇപ്പം മറ്റാരും വണ്ടി ഓടിക്കുന്നത് പോലെ ഞാനും ഓടിക്കും, ആവശ്യമാണല്ലോ ഓരോ സൃഷ്ടിയുടെയും പിന്നിൽ. ഒരു ഓട്ടോ ഡ്രൈവറേയും കൂടി വേണമെന്നല്ലേ ഹരി പറഞ്ഞത്?
അപ്പം തോന്നിയ ആശയമാണ് എന്തുകൊണ്ടത് ഞാൻ ആയിക്കൂടാ എന്നുള്ളത്. ഞാൻ പോയി ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നു, പഠിച്ചു, ലൈസൻസും എടുത്തു എന്ന് അച്ചു. അപ്പം അത് കേട്ട് ഹരി ഞെട്ടി നിൽക്കുക. നിനക്ക് ആരാ എനിക്ക് കൂട്ടുന്നതെന്നറിയാവോ? പല്ലവി ചേച്ചി. ചേച്ചിയോ? അതെ ചേച്ചി തന്നെ. എന്താ? അതുകൊണ്ടാണ് പറഞ്ഞത് ധൈര്യത്തോടെ എൻ്റെ കൂടെ നിൽക്കാനായിട്ട്. ഇന്ന് ഞാൻ ഓടിക്കുന്ന വണ്ടിയിൽ ഹരി കയറും, നമ്മൾ നമ്മുടെ ആവശ്യം നടത്തി തിരിച്ചു വരികയും ചെയ്യും. എന്താ? ഹരി കയറാൻ പറഞ്ഞു. അച്ചു എൻ്റെ ദൈവമേ കത്തോളണേ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുന്നു. അച്ചു വണ്ടി ഓടിച്ച് അങ്ങ് പോണു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങ് പോണു. ഈ സമയത്ത് ഇന്ദ്രൻ ഇടിച്ചു കുത്തി നമ്മുടെ എഴുത്തുവരെ വീട്ടിൽ കയറി. അതിനുശേഷം രാജലക്ഷ്മിയുടെ മുറിയിലും കയറി. രാജലക്ഷ്മി കണ്ണ് തുറന്നിട്ട് വലുവായി കിടന്ന് കാറ് വന്നു നോക്കുമ്പോൾ അടുത്തൊരാൾ വന്ന് നിൽക്കുന്നു. ഇന്ദ്രനാണെന്ന് അമ്മയ്ക്കറിയില്ലല്ലോ. വലുവായി കിടന്ന് കാണുമ്പോൾ അമ്മേ 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 ഞാനാമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മൊബൈലിൻ്റെ വെട്ടത്തിൽ മകൻ്റെ മുഖം കാണിച്ചു കൊടുത്തു. അപ്പോൾ എടാ ഇന്ദ്ര, അമ്മേ ഞാൻ നീ എങ്ങനെയാണ് ഇവിടെ വന്നേ? അപ്പം ഞാൻ മതിലടി വന്നതാമ്മേ. പിന്നെ പൂട്ടിയ വാതിലുകൾ തുറക്കാൻ ഒരു പ്രത്യേക കഴിവ് എനിക്കുണ്ട്, അത് അമ്മയ്ക്കറിയാവല്ലോ. ആ കഴിവ് ഉപയോഗിച്ചേ വാതിൽ തുറന്ന് ഞാൻ അകത്തേക്ക് പുഷ്പം പോലെ അങ്ങ് കയറുകയും ചെയ്തു. എന്താ, ഇനി മുതൽ ഞാൻ ഇവിടെയാണമ്മേ താമസിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞപ്പം അത് അവർ സമ്മതിക്കുവോടാ എന്ന് ചോദിച്ചപ്പം ആലോചിക്കാം. അവരുടെ സമ്മതം ആർക്കാ വേണ്ടേ? അതൊക്കെ അവർ സമ്മതിക്കും, അല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കാം, അമ്മ നോക്കിക്കോളാനൊക്കെ പറയാം മകൻ. അമ്മയെ ഞാൻ ഇവിടേക്ക് അയച്ചത് എന്തിനാണെന്നാണ് നമ്മ കരുതിയത്. അപ്പോൾ എനിക്കറിയില്ല എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ്, ഇവിടെ കയറി പറ്റാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഞാനിവിടെ താമസിക്കുന്നതേ പലതുകൊണ്ടും ഒരു ഗുണമോ അമ്മേ, അതൊക്കെ വഴിയേ അമ്മയ്ക്ക് മനസ്സിലായിക്കോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം നീ ഇവിടെ താമസിക്കുന്നതിൽ അമ്മയ്ക്ക് സന്തോഷമൊക്കെ ഉള്ളൂ, പക്ഷേ ഇവിടെയുള്ളവർ അതിന് സമ്മതിക്കുമോ? അതിലെനിക്ക് സംശയമുണ്ട് മോനെ. പിന്നെ എന്നെ പോലെ അല്ല നീ അവരുടെ ശത്രു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ നേരെ അങ്ങ് ചെന്നു മോൻ. അതിനുള്ള പ്ലാനൊക്കെ എൻ്റെ കയ്യിലുണ്ടമ്മേ, എന്നെ ഇറക്കി വിടാനേ ഒരു കാരണവശാലും ഈ വീട്ടുകാർക്ക് ഇനി കഴിയില്ലമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അമ്മയോട് മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കിയിരിക്കുക. അമ്മ കിടന്നു, നാളെ കാണാവേ എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ പമ്മി ഇന്ദ്രൻ അടുത്ത സ്ഥലത്തേക്ക് പോയി. ഈ സമയത്ത് പിന്നെ നമ്മുടെ അവിടെ പൊന്നുമടത്തിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പല്ലവിയും അതുപോലെ അച്ചുവും സ്വാതിയും ഋതുവിൻ്റെ മുറിയിലേക്ക്, ഉറങ്ങിക്കിടക്കുന്ന ഋതുവിൻ്റെ മുറിയിലേക്ക് ചെല്ലുക. എന്നിട്ട് ഋതുവിനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോവുക. വാ എന്ന് പറയാം. അപ്പോൾ എന്താ കാര്യം എന്ന് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഋതു ഒച്ച വയ്ക്കുന്നു. ഇവരാണെങ്കിൽ ഋതുവിനെ പിടിച്ച് വലിച്ച് ഹോളിലേക്ക് കൊണ്ടുപോകാം. ഋതു അതിലൊക്കെ ചെന്ന് നോക്കുക. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നും പറഞ്ഞ് ഇവരെല്ലാവരും ഇങ്ങനെ വിഷ് ചെയ്തുകൊണ്ടിരിക്കുക. ചെന്ന് നോക്കുമ്പോൾ ഋതു കാണുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സെറ്റപ്പൊക്കെയാണ്. ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഋതുവിന്. എൻ്റെ ബർത്ത്ഡേ ഞാൻ പോലും മറന്നു പോയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പണ്ട് ഈ ദിവസമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചിരുന്നതെന്നൊക്കെ ഋതു ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് പറയാം. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും ഈ ഒരു ദിവസമാണെന്നൊക്കെ ഋതു ഇവരോടെല്ലാവരോടുമായിട്ട് ഇങ്ങനെ തൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ ചിരിച്ചു നിന്ന അത്രയും മുഖങ്ങൾ പെട്ടെന്ന് വാടി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.